എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മുമ്പോട്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ്. ദ ജെൻഡർ ക്വസ്റ്റ്യൻ എന്ന മൊഡ്യൂളിലെ വയലൻസ് എഗനിസ്റ്റ് വുമൺ എന്ന ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഗൈൽ ഓംവേദിൻ്റെ വയലൻസ് എഗനിസ്റ്റ് വുമൺ ന്യൂ മൂവ്മെൻറ്റ്സ് ആൻഡ് ന്യൂ തിയറീസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള എസ്സേയാണ് വയലൻസ് എഗനിസ്റ്റ് വുമൺ, സ്ത്രീകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ. ഗൈൽ ഓംവേദ് എന്ന് പറയുന്നത് അമേരിക്കൻ വംശജയായ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റും ചിന്തകയും മനുഷ്യാവകാശ പ്രവർത്തകയും ആണ്. ഈ എസ്സേയിലൂടെ സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇനി നടത്തേണ്ടതായിട്ടുള്ള ആക്ടിവിറ്റീസ്, എന്തുകൊണ്ടാണ് വയലൻസ് എന്ന് പറയുന്നത്, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും എല്ലാം ഇപ്പോഴും നിർബാധം തുടരുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഈ എസ്സേയിലൂടെ വ്യക്തമാക്കുന്നു. By making an assessment of the theories which attempt to explain the origins of violence, this book prepares the ground for a deeper understanding of a phenomenon which has systematically kept women in fear and subordination for centuries. കാലാകാലങ്ങളായിട്ട് സ്ത്രീകളെ ഭയവും അതുപോലെ സബോർഡിനേഷൻ, അടിമപ്പെടുന്ന അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുന്ന രീതിയിൽ അവരെ അങ്ങനെ ആക്കി തീർക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം, അതെല്ലാം ഈ എസ്സേയിൽ പരിശോധിക്കും. In addition to a discussion of the radical feminist and traditional Marxist analysis of violence, the author puts forward three recent theories which see a nexus between economic exploitation and patriarchy, caste, patriarchy and violence, and ecological crisis, underdevelopment and violence. അപ്പോൾ ഇവർ കുറേ കാര്യങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് നേരെയുള്ള വയലൻസും സാമ്പത്തിക ചൂഷണം അത് തമ്മിൽ റിലേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം സാമ്പത്തികമായിട്ട് സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണ് അവർ പുരുഷന് അടിമയായി ജീവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതുവഴി അവരെ പുരുഷ മേധാവിത്വ സൊസൈറ്റി ചൂഷണം ചെയ്യുന്നു. About the author ഗൈൽ ഓംവേദ്. എസ്സേ എഴുതിയത് ഗൈൽ ഓംവേദ് ആണ്. ഈസ് ആൻ അമേരിക്കൻ ബോൺ ഇന്ത്യൻ സ്കോളർ, സോഷ്യോളജിസ്റ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്. ഷീ ഈസ് എ പ്രൊലിഫിക് റൈറ്റർ, മികച്ച ഒരു എഴുത്തുകാരിയാണ്. ആൻഡ് ഹാസ് പബ്ലിഷ്ഡ് ന്യൂമറസ് ബുക്സ് ഓൺ ദി ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റ്. ജാതിക്ക് എതിരെയുള്ള പ്രസ്ഥാനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ എഴുതിയിട്ടുണ്ട്. ദളിത് പൊളിറ്റിക്സ് ആൻഡ് വുമൺസ് സ്ട്രഗിൾസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്ത്രീകളുടെ പോരാട്ടങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒട്ടേറെ പുസ്തകങ്ങൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഷി വാസ് ബോൺ ഇൻ മിന്നിപ്പോളിസ് ആൻഡ് സ്റ്റഡീഡ് അറ്റ് കാർൽട്ടൺ കോളേജ് ആൻഡ് അറ്റ് UC ബാർക്ലി വെയർ ഷീ ഏൺ ഫോർ PhD ഇൻ സോഷ്യോളജി ഇൻ 1973. 1973 സോഷ്യോളജിയിൽ PhD നേടി. ഷീ ഹാസ് ബീൻ ആൻ ഇന്ത്യൻ സിറ്റിസൺ സിൻസ് 1983. 1983 മുതൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം ഉണ്ട്. ഷി കറൻ്റ്ലി ലിവ്സ് ഇൻ റൂറൽ ഇന്ത്യ ഇൻ എ ടൗൺ ഇൻ മഹാരാഷ്ട്ര കാൾഡ് കസീഗൺ. കസീഗൺ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ടൗണിലാണ് അവരിപ്പോൾ ജീവിക്കുന്നത്. വിത്ത് ഹിസ് ഹസ്ബൻഡ് ഭരത് പട്നാക്കർ, ഹർ മദർ ഇൻ ലോ ഇന്ദുമതി പട്ടാൻകർ ആൻഡ് കസിൻസ്. ഇവരോടൊപ്പം മഹാരാഷ്ട്രയിലാണ് താമസിക്കുന്നത്. ഷി ഹാസ് വർക്ക് ആക്റ്റീവ്ലി വിത്ത് സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ ഇൻക്ലൂഡിംഗ് ദ ദളിത് ആൻഡ് ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റ്സ്, എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ്, ഫാർമേഴ്സ് മൂവ്മെൻറ്റ് ആൻഡ് എസ്പെഷ്യലി വിത്ത് റൂറൽ വുമൺ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദളിത് ആൻഡ് ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റിലും അതുപോലെ എൻവയോൺമെൻറ്റൽ പ്രസ്ഥാനങ്ങളിലും ഫാർമേഴ്സ് മൂവ്മെൻറ്റിലും, അതായത് റൂറൽ വുമണിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളിലും ഒക്കെ അവർ ആക്റ്റീവ്ലി എൻഗേജ് ചെയ്തിട്ടുണ്ട്. ഷീ ഹാസ് ബീൻ ആക്റ്റീവ് ഇൻ ശ്രമിക് മുക്തി ദൾ, സ്ത്രീ മുക്തി സംഘർഷ് ചാൽവർ, വിച്ച് വർക്ക്സ് ഓൺ ഇഷ്യൂസ് ഓഫ് അബാൻഡൻഡ് വുമൺ ഇൻ ബംഗാളി ആൻഡ് സത്താറ ഡിസ്ട്രിക്ട് ഓഫ് സദേൺ മഹാരാഷ്ട്ര. സദേൺ മഹാരാഷ്ട്രയിലെ ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനങ്ങളിലെല്ലാം അവർ ആക്റ്റീവ്ലി എൻഗേജ്ഡ് ആണ്. ആൻഡ് ദ ഷെഡ്കാരി മഹിള അഗാന്തി വിച്ച് വർക്ക്സ് ഓൺ ഇഷ്യൂസ് ഓഫ് വുമൺസ് ലാൻഡ് റൈറ്റ്സ് ആൻഡ് ഓംവേദ് സ്റ്റേറ്റ്സ് ഹൗ സ്പെസിഫിക് ഫോംസ് ഓഫ് വയലൻസ് ലൈക്ക് റേപ്പ്, ബലാത്സംഗം, സെക്ഷൽ അബ്യൂസ്, ലൈംഗികമായിട്ടുള്ള ദുരുപയോഗം, ഫീമെയിൽ ഫീറ്റിസൈഡ്, ശിശുഹത്യ, പെൺശിശുഹത്യ, വിച്ച് കില്ലിംഗ്, ദുർമന്ത്രവാദങ്ങൾ, സതി, ഡൗറി മർഡേഴ്സ്, സ്ത്രീധന കൊലപാതകങ്ങൾ, ആൻഡ് വൈഫ് ബീറ്റിംഗ്,
instill a continued sense of insecurity in women and keep them bound to home, economically exploited and socially oppressed. സ്ത്രീകളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുകയും സാമൂഹികവുമായി അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒട്ടേറെ കാര്യങ്ങൾ, അതാണ് റേപ്പ്, സെക്ഷൽ അബ്യൂസ്, ഫീമെയിൽ ഫീറ്റിസൈഡ്, വിച്ച് കില്ലിംഗ്, സതി, ഡൗറി, മർഡേഴ്സ്. ഇതെല്ലാം സ്ത്രീകളിൽ വളർത്തുന്ന അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ സുരക്ഷിത അല്ല എന്ന ബോധം, അതിനെക്കുറിച്ചാണ് ഇവർ ഫസ്റ്റ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. A major concern of the women's rights movement in India has been the fight against violence in the family, society and the state. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ലക്ഷ്യം എന്താണ്? അവർക്ക് എതിരെ നടക്കുന്ന ആക്രമണങ്ങൾ, വീട്ടിലായാലും സമൂഹത്തിലായാലും സ്റ്റേറ്റിലായാലും അതിനെതിരെ പോരാടുക എന്നതായിരുന്നു. ഓംവേദ് പറയുന്നു, ദ സ്റ്റേറ്റ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി മെയിൻ സോഴ്സസ് ഓഫ് വയലൻസ്. സ്റ്റേറ്റാണ് ഈ ആക്രമണത്തിന് പ്രധാന കാരണം, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്ക് പ്രധാന കാരണം. ആൻഡ് ഈസ് ഓഫൺ ഫൗണ്ട് ടു സപ്പോർട്ട് ഡൊമസ്റ്റിക് വയലൻസ് ഇൻ ദ വർക്ക് പ്ലേസ് ആൻഡ് ദ നെയ്ബർഹുഡ്. അതുപോലെ വീട്ടിലായാലും ഗൃഹത്തിലായാലും വർക്ക് പ്ലേസിലായാലും നെയ്ബർഹുഡിലായാലും അയൽപക്കങ്ങളിലായാലും നടക്കുന്ന വയലൻസിനെ എല്ലാം സ്റ്റേറ്റ് പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടാണ് ഓംവേദിന് ഫീൽ ചെയ്യുന്നത്. For these reasons, a mass movement should focus on the fight against violence in home, in and out. അതുകൊണ്ട് തന്നെ ഇതിന് നേരെ ഒരു ജനകീയ പ്രസ്ഥാനം ഉണ്ടാകേണ്ടതായിട്ട് ഉണ്ട്. In the introduction, Omved observes that violence against women has been the major theme of women liberation movement in India since the 1970s. അവർ പറയുന്നുണ്ട് 1970 മുതലേ ഉണ്ടായിട്ടുള്ള ഇത്തരം ലിബറേഷൻ മൂവ്മെൻറ്റ്സിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് നേരെ പോരാടുക. ഫ്രം ഡൗറി ഡെത്ത്സ്, റേപ്പ്, സതി ആൻഡ് ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ് ആൻഡ് അമ്നിയോസെൻറ്റസിസ്, ദ പ്രോബ്ലംസ് ആർ അലാമിങ്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, അത് നമ്മൾ അപകടകരമായിട്ടുള്ള സൂചനയാണ് നൽകുന്നത്. Though opposition to specific cases of violence have been mounted by women's movements, the absence of a theoretical understanding of the social structure and the causes of violence is a major problem. ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പരിഹാരം വരണമെങ്കിൽ സാമൂഹിക ഘടനയെക്കുറിച്ചും അതുപോലെ അതിൻ്റെ അക്രമത്തിൻ്റെ കാരണം, അതിലൊക്കെ ഒരു സൈദ്ധാന്തികപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം. ട്രഡീഷണൽ മാർക്സിസം എയ്തർ ഇൻ്റർപ്രറ്റ്സ് വയലൻസ് ആസ് എ ഡെറിവേറ്റീവ് ഓഫ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് പ്രോപ്പർട്ടി ഓണർഷിപ്പ്, ഓർ ലൈക്ക് റാഡിക്കൽ വെസ്റ്റേൺ ഫെമിനിസം വ്യൂ ഇറ്റ് ആൻ ഇൻഹറൻറ്റ് ഫീച്ചർ ഓഫ് ദി ഡയലക്ട്സ് ഓഫ് സെക്സ്. Theoretical initiatives have come from intellectuals and activist leaders associated with movements against the exploitation of rural women as peasants, forest dwellers or low caste. Sharad Patil, Sharad Joshi and Vandana Shiva to name a few. ഓംവേദ് ഇവിടെ പറയുന്നു ഗ്രാമീണ സ്ത്രീകൾക്കും അതുപോലെ ഫാർമേഴ്സ്, ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ്, വനങ്ങളിൽ വസിക്കുന്നവർ, ലോ കാസ്റ്റ് താഴ്ന്ന ജാതിയിലുള്ളവർ, അവർക്ക് വേണ്ടിയിട്ട് ഒട്ടേറെ പ്രസ്ഥാനങ്ങളും ആക്ടിവിസ്റ്റുകളും ഒക്കെ മുന്നോട്ട് വരണം. അങ്ങനെ വന്നവരിൽ കുറച്ച് പേരാണ് ശാരദ് പട്ടേൽ, ശാരദ് ജോഷി. ശാരദ് പട്ടേൽ എന്ന് പറയുന്നത്, ശാരദ് പട്ടേൽ ലീഡർ ഓഫ് സ്മാൾ ആദിവാസി ബേസ്ഡ് കമ്മ്യൂണിറ്റി കമ്പൈൻഡ് മാർക്സിസം ആൻഡ് ഫൂലെ അംബേദ്കറിസം, വൈൽ ശാരദ് ജോഷി ലീഡർ ഓഫ് one of the most powerful farmers organizations in India inspired its women's front. പട്ടേൽ എന്ന് പറയുന്നത് ഒരു സ്മാൾ ആദിവാസി ബേസ്ഡ് സമൂഹത്തിൻ്റെ ലീഡറാണ്. അവരുടെ ആശയങ്ങൾ എന്ന് പറയുന്നത് ഫൂലെ അംബേദ്കറിസവും മാർക്സിസവും ഒക്കെ യോജിച്ച് ഉള്ളതാണ്. അതുപോലെ ശാരദ് ജോഷി ലീഡർ ഓഫ് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ഫാർമേഴ്സ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ ഇൻസ്പയർഡ് ഇറ്റ്സ് വുമൺ ഫ്രണ്ട്. സ്ത്രീകളുടെ മുന്നോട്ട് വരാനുള്ള അതിൽ ഇദ്ദേഹവും പങ്കാളിയാണ്. ആൻഡ് വന്ദന ശിവ, എ ഫെമിനിസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ്. വന്ദന ശിവ എല്ലാവർക്കും അറിയാം. വന്ദന ശിവ, എ ഫെമിനിസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ്, ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ചിപ്കോ മൂവ്മെൻറ്റ് ഓഫ് ദ ഹിമാലയൻ പെസൻസ്. ഹിമാലയൻ കൃഷിക്കാരുടെ ഫാർമേഴ്സിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ചിപ്കോ മൂവ്മെൻറ്റ്
അവിടെ പ്രവർത്തിക്കുന്ന ആളാണ്. ചിപ്കോ മൂവ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന ആളാണ് വന്ദന ശിവ. ദേ വർക്ക് ഇൻ എ ക്രിയേറ്റീവ് മാനർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേ വർക്ക് ഇൻ എ ക്രിയേറ്റീവ് മാനർ ഫ്രം ദ ഡെപ്ത്സ് ആൻഡ് മാർജിൻസ് ഓഫ് ഇന്ത്യൻ. വളരെ സൃഷ്ടിപരമായിട്ട് തന്നെ ഇന്ത്യൻ സമൂഹത്തിലെ ഈ പാർശ്വവൽക്കരണം അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ട്രാൻസ്ഫോം ദ വേൾഡ് ത്രൂ എൻഷുറിങ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ഇൻ ദ ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ്സ്. പുതിയ സാമൂഹിക പ്രസ്ഥാനങ്ങളിലൂടെ സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനുള്ള അവസരം ഒരുക്കുന്നുണ്ട്. അതുപോലെ ശാരദ് ജോഷി, ലീഡർ ഓഫ് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ഫാർമേഴ്സ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ, ഇൻസ്പയർഡ് ഇറ്റ്സ് വുമൺ ഫ്രണ്ട്. സ്ത്രീകളുടെ മുന്നോട്ട് വരാനുള്ള അതിൽ ഇദ്ദേഹവും പങ്കാളിയാണ്. ആൻഡ് വന്ദന ശിവ, എ ഫെമിനിസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ്. വന്ദന ശിവ എല്ലാവർക്കും അറിയാം. വന്ദന ശിവ, എ ഫെമിനിസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ്, ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ചിപ്കോ മൂവ്മെൻറ്റ് ഓഫ് ദ ഹിമാലയൻ പെസൻസ്. ഹിമാലയൻ കൃഷിക്കാരുടെ ഫാർമേഴ്സിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ചിപ്കോ മൂവ്മെൻറ്റ് അവിടെ പ്രവർത്തിക്കുന്ന ആളാണ്. ചിപ്കോ മൂവ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന ആളാണ് വന്ദന ശിവ. ദേ വർക്ക് ഇൻ എ ക്രിയേറ്റീവ് മാനർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേ വർക്ക് ഇൻ എ ക്രിയേറ്റീവ് മാനർ ഫ്രം ദ ഡെപ്ത്സ് ആൻഡ് മാർജിൻസ് ഓഫ് ഇന്ത്യൻ. പരിസ്ഥിതി സംരക്ഷണമായിട്ടും പെസൻസിന് വേണ്ടിയിട്ടും ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റ്, ജാതീയത ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിനും എല്ലാത്തിനും അവർ മുന്നോട്ട് വരുന്നുണ്ട്. ഇൻ ദ റെസ്റ്റ് ഓഫ് ദ എസ്സേ, എസ്സേയുടെ ബാക്കി ഭാഗത്ത്, ഓംവേദ് എക്സാമിൻസ് ദ പ്രോബ്ലംസ് ഓഫ് വയലൻസ്, മാർക്സിസം ആൻഡ് റാഡിക്കൽ ഫെമിനിസം, other Western and Indian theoretical approaches before a thorough inquiry in the work of Sharad Patel, Sharad Joshi and Vandana Shiva. എസ്സേയുടെ ബാക്കി ഭാഗത്ത് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്? പ്രോബ്ലംസ് ഓഫ് വയലൻസ്, മാർക്സിസം, റാഡിക്കൽ ഫെമിനിസം, അതർ പാശ്ചാത്യ ഇന്ത്യൻ സൈദ്ധാന്തികമായിട്ടുള്ള സമീപനങ്ങളും എല്ലാം ഇവരുടെ എല്ലാം വർക്കിലൂടെ അവർ ഒരു തറോ സ്റ്റഡി നടത്തുകയാണ്. ദ സെക്ഷൻ പ്രോബ്ലംസ് ഓഫ് വയലൻസ് എക്സാമിൻസ് ദ മേജർ സ്റ്റെപ്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ഇൻ ദ ലൈറ്റ് ഫൈറ്റ് എഗനിസ്റ്റ് വയലൻസ് എഗനിസ്റ്റ് വുമൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ഫെബ്രുവരി 1988 എ മേജർ വുമൺസ് കോൺഫറൻസ് ബൈ 700 വുമൺ വാസ് ഓർഗനൈസ്ഡ് ഇൻ പാട്ന, ബീഹാർ by various women's groups including autonomous feminist and women's organizations associated with radical mass movements. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെല്ലാം കാരണമായിട്ട് ഓംവേദ് ഇവിടെ വ്യക്തമാക്കുന്നത് പാട്രിയാർക്കൽ സപ്രഷൻ ഓഫ് വുമൺ ആൻഡ് അനലൈസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വയലൻസ് ആൻഡ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ എക്സെട്ര. അതായത് പാട്രിയാർക്കൽ സപ്രഷൻ എന്ന് വെച്ചാൽ പുരുഷ മേധാവിത്വ സമൂഹം സ്ത്രീകളെ എന്താണ് 4 മുറിക്കുള്ളിൽ തളച്ചിടുന്നു. അവരുടെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. എക്കണോമിക്കലി അവർക്ക് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നാൽ അവരെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അതുപോലെ ഇവർ പറയുന്നത് വയലൻസ് ആൻഡ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, അക്രമവും സാമ്പത്തിക ചൂഷണവും, വയലൻസ് ആൻഡ് സെക്ഷുവാലിറ്റി, അക്രമവും ലൈംഗികത, വയലൻസ് ആൻഡ് കാസ്റ്റ് റൂറൽ വുമൺ അർബൻ ഡിവിഷൻസ്, അക്രമവും ജാതി അതും, ആൻഡ് വയലൻസ് ആൻഡ് കൾച്ചർ, അക്രമവും സംസ്കാരവും, അതൊക്കെ തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഷീ എക്സാമിൻസ് ദ ആൻസേഴ്സ് ടു ഈച്ച് ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ ദ റെസ്റ്റ് ഓഫ് ദ എസ്സേ. ഇതിൻ്റെ എല്ലാം ആൻസർ അവർ ബാക്കിയുള്ള എസ്സേയുടെ ഭാഗത്ത് വ്യക്തമാക്കുന്നു. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെല്ലാം കാരണമായിട്ട് ഓംവേദ് ഇവിടെ വ്യക്തമാക്കുന്നത് പാട്രിയാർക്കൽ സപ്രഷൻ ഓഫ് വുമൺ ആൻഡ് അനലൈസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വയലൻസ് ആൻഡ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ എക്സെട്ര. അതായത് പാട്രിയാർക്കൽ സപ്രഷൻ എന്ന് വെച്ചാൽ പുരുഷ മേധാവിത്വ സമൂഹം സ്ത്രീകളെ എന്താണ് 4 മുറിക്കുള്ളിൽ തളച്ചിടുന്നു. അവരുടെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. എക്കണോമിക്കലി അവർക്ക് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നാൽ അവരെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അതുപോലെ ഇവർ പറയുന്നത് വയലൻസ് ആൻഡ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, അക്രമവും സാമ്പത്തിക ചൂഷണവും, വയലൻസ് ആൻഡ് സെക്ഷുവാലിറ്റി, അക്രമവും ലൈംഗികത, വയലൻസ് ആൻഡ് കാസ്റ്റ് റൂറൽ വുമൺ അർബൻ ഡിവിഷൻസ്, അക്രമവും ജാതി അതും, ആൻഡ് വയലൻസ് ആൻഡ് കൾച്ചർ, അക്രമവും സംസ്കാരവും, അതൊക്കെ തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഷീ എക്സാമിൻസ് ദ ആൻസേഴ്സ് ടു ഈച്ച് ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ ദ റെസ്റ്റ് ഓഫ് ദ എസ്സേ. ഇതിൻ്റെ എല്ലാം ആൻസർ അവർ ബാക്കിയുള്ള എസ്സേയുടെ ഭാഗത്ത് വ്യക്തമാക്കുന്നു.
പാട്ന കോൺഫറൻസ് റെസൊല്യൂഷനിൽ ഏറ്റവും പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വയലൻസ് ആൻഡ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വുമൺ ആണ്. സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞാൽ അവർ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. അവർ എക്കണോമിക്കലി മുന്നോട്ട് വരികയാണെങ്കിൽ അവരുടെ അവകാശങ്ങൾ കുറച്ചെങ്കിലും നേടിയെടുക്കാനും ഈ അക്രമങ്ങളിൽ നിന്നൊക്കെ അത് പരമാവധി ഒഴിവാക്കാനും സാധിക്കും. വയലൻസ് പ്ലേസ് എ മേജർ റോൾ ഇൻ കീപ്പിംഗ് വുമൺ സപ്രസ് ആൻഡ് എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റഡ്. ഈ വയലൻസ്, സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ, അത് നല്ല രീതിയിൽ എന്തെങ്കിലും നിയമങ്ങളിലൂടെയോ മറ്റോ അവസാനിപ്പിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് എല്ലാ രീതിയിലും മുന്നോട്ട് വരാൻ കഴിയും. ദ പെർവസീവ് വയലൻസ് എഗനിസ്റ്റ് വുമൺ ത്രൂ ഔട്ട് സൊസൈറ്റി ഹാസ് ആൻ ഒബിയസ് എക്കണോമിക് ഫങ്ഷൻ. സ്ത്രീകൾക്ക് നേരെ വ്യാപകമായി നടക്കുന്ന ഈ അതിക്രമങ്ങൾക്കെല്ലാം പിറകിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള എക്കണോമിക്, സാമ്പത്തികമായിട്ടുള്ള സ്വാധീനവും ഉണ്ട്. വയലൻസ് കീപ്സ് വുമൺ അണ്ടർ കൺട്രോൾ, പ്രിവെൻറ്റ് ദം ഫ്രം സീക്കിംഗ് വർക്ക് ഔട്ട്സൈഡ് ഹോം. സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ കാരണം അവർ വീട്ടിൽ തന്നെ കഴിയേണ്ടതായിട്ട് വരുന്നു. സീക്കിംഗ് വർക്ക് ഔട്ട്സൈഡ്, പുറത്തുപോയി ജോലി ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. ദെയർ ബൈ ഫോഴ്സിങ് ദം ടു ദ ലോവസ്റ്റ് പെയ്ഡ് ഓർ അൺപെയ്ഡ് ഫോംസ് ഓഫ് ലേബർ. അതിനാൽ തന്നെ ചിലപ്പോൾ അവർക്ക് പോകുന്നത് തന്നെ ലോവസ്റ്റ് പെയ്ഡ് ആയിരിക്കാം. ഏറ്റവും കുറഞ്ഞ വേതനമുള്ള ജോലിക്കോ ചിലപ്പോൾ ജോലിക്ക് പോകാൻ കഴിയില്ല. എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫൺ ലീവ്സ് വുമൺ ഇൻ എ റിസോഴ്സ്ലെസ് സ്റ്റേറ്റ്. സ്ത്രീകൾക്ക് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവരെ എത്തിക്കുന്നു. എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, സാമ്പത്തിക ചൂഷണം. ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ടു ഐഡൻറ്റിഫൈ സ്പെസിഫിക് ഫോംസ് ഓഫ് വയലൻസ്, ദ വിച്ച് കില്ലിങ്സ് ഇൻ ആദിവാസി കമ്മ്യൂണിറ്റീസ്, ടു കൺട്രോൾ ദ ആക്സസ് ഓഫ് വുമൺ ടു ലാൻഡ്, ദ കണ്ടീഷൻ ഓഫ് ഡൈവോഴ്സ്ഡ് ഓർ ഡെസേർട്ടഡ് സിംഗിൾ വുമൺ, ആൻഡ് സീ ഹൗ ഇൻസെക്യൂരിറ്റി, ഫിയർ ഓഫ് വയലൻസ് പ്രിവെൻറ്റ്സ് വുമൺ വീക്ക് ടു ചലഞ്ച് ദ വയലൻസ് ആൻഡ് ദ ഡോമിനൻ്റ് പവർ സ്ട്രക്ചർ. സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾക്കും മറ്റുമെതിരെ അവർക്ക് ഒരിക്കലും പ്രതികരിക്കാൻ കഴിയുന്നില്ല. ആദിവാസി കമ്മ്യൂണിറ്റീസിനിടയിൽ സ്ത്രീകൾ ഭൂമി സ്വന്തമാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ദുർമന്ത്രവാദങ്ങളുണ്ട്. അതുപോലെ ഡൈവോഴ്സ്ഡ്, ഡെസേർട്ടഡ് വുമൺ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ സ്ത്രീകളെ മുന്നോട്ട് വരുന്നതിൽ നിന്ന്, അവരുടെ ശാക്തീകരണത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നു. In the workforce, women are largely confined to the unorganized sector as the agricultural laborers, peasants and unpaid subsistence producers. അതുപോലെ വർക്ക് ഫോഴ്സ്, ജോലി സ്ഥലത്താണെങ്കിലോ സ്ത്രീകൾ അഗ്രികൾച്ചറൽ ലേബറേഴ്സോ ഏതെങ്കിലും താഴ്ന്ന മേഖലയിൽ അഗ്രികൾച്ചറൽ ലേബറേഴ്സ്, പെസൻസ് ആൻഡ് അൺപെയ്ഡ് മറ്റു ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി അത്തരം അവസരങ്ങളെ അവർക്ക് കിട്ടുന്നുള്ളൂ. ദ ഹിന്ദു പാട്രീനിയൽ and patriarchal family system deny women access to property except through men, and their resources in terms of education, skills, socialized self-confidence etc. are much lower than those of men. ഹിന്ദു സിസ്റ്റത്തിലെ പാട്രീനിയൽ, അതായത് ആൺമക്കൾക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ സ്വത്ത് കൈമാറുക. ഇതൊക്കെ ഈ എസ്സേ അവർ എഴുതിയത് 1990-ലാണ്. പാട്രീനിയൽ ആൻഡ് പാട്രിയോക്കൽ ഫാമിലി സിസ്റ്റമാണ്. മകൾക്ക് പുരുഷന്മാർക്ക് കിട്ടുന്നത് പോലുള്ള അതേ സ്വത്തോ ഒന്നും തന്നെ ലഭിക്കണമെന്നില്ല. ആൺവഴി ഉള്ള പാട്രീനിയലിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അതെല്ലാം സ്ത്രീകളെ പിന്നോട്ടടിക്കുന്നതാണ്. The next issue Omved takes up is the link between violence and sexuality. നെക്സ്റ്റ് പറയുന്നത് വയലൻസും സെക്ഷുവാലിറ്റിയും തമ്മിലുള്ള ബന്ധമാണ്. A large number of violence against women is connected with sexuality. സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു ലാർജ് നമ്പർ ഓഫ് വയലൻസ് എന്ന് പറയുന്നത് സെക്ഷുവാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദ സതി കേസ് ഓഫ് രൂപ് കൻവാർ എന്ന് പറയുന്ന അവരുടെ കഥ. ദ സതി കേസ് ഓഫ് രൂപ് കൻവാർ ഓഫേഴ്സ് ദ പാരഡിഗ്മാറ്റിക് ഷിഫ്റ്റ് ഹിയർ. രൂപ് കൻവാർ, ആൻ 18-year-old രജപുത് വുമൺ ആണ്. രജപുത് എന്ന് പറയുന്ന കുടുംബത്തിലെ ഒരു ട്രഡീഷൻ, അതിലുൾപ്പെടുന്ന വുമണാണ് രൂപ് കൻവർ. കമ്മിറ്റഡ് സതി, അവർ അത് ചെയ്തു. സതി എന്ന് പറയുന്ന ദുരാചാരം, അതുപോലെ പിന്തുടർന്നു. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹർ ഹസ്ബൻഡ്. After her death, Roop Kanwar was forced to live away from her husband, an impotent neurotic. Her husband committed suicide when he found out that she was having an affair with another man. രൂപ് കൻവറിൻ്റെ ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം അവർക്ക് രൂപ് കൻവറിന് മറ്റൊരു പുരുഷനുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ്. She was
This relatively unknown aspects of root kanwar sati is that the burden of guilt weighed down by tradition and terrorized her into death. അപ്പോൾ അതിനുശേഷം അവളുടെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം എന്താണ് സൊസൈറ്റിയിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലുകളും എല്ലാം കാരണം അവരും സതി അനുഷ്ഠിക്കുകയാണ് ചെയ്തത്. കാരണം സൊസൈറ്റിയുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ടില്ല, അവളെ ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. ഓൺ ദ one hand, violence is sexual. On the other, sexuality in contemporary society is soaked in violence. നമ്മുടെ എന്താണ് ഇന്ന് ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് എന്താണ് അക്രമത്തിൽ മുങ്ങി നിൽക്കുന്ന ഒന്നാണ് ഇന്നത്തെ സമൂഹത്തിൽ. കാസ്റ്റ്, class and rural urban subdivisions decide the form of violence confronted by different sections of women in society. ജാതി അതുപോലെ ഏത് ക്ലാസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്നു ആൻഡ് റൂറൽ അർബൻ സബ് ഡിവിഷനൊക്കെ ഈ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പർ ക്ലാസ് വുമൺ ആൻഡ് അതുപോലെ തന്നെ എന്താണ് സമൂഹത്തിൽ മുന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിലുള്ള സ്ത്രീകളും ദോസ് ആസ്പയറിങ് ഒരുപാട് ഉയരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളും ഒക്കെ എന്താണ് ടു ബി ലൈക്ക് ദം ആർ കൺഫൈൻഡ് ടു ദി ഹോം വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടേണ്ടതായിട്ട് വരുന്നു. ആൻഡ് അപ്പാരൻ്റ്ലി ഷെൽട്ടേർഡ് ഫ്രം എക്സ്റ്റേണൽ വയലൻസ്. ദ ക്യാപിറ്റലിസ്റ്റ് ന്യൂക്ലിയർ ഫാമിലി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ക്യാപിറ്റലിസ്റ്റ് ന്യൂക്ലിയർ ഫാമിലി ഇന്നത്തെ പ്രത്യേകതയാണ് എന്താണ് ദ ക്യാപിറ്റലിസ്റ്റ് ന്യൂക്ലിയർ ഫാമിലി. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലൊക്കെ അധിഷ്ഠിതമായ ഒരു അണുകുടുംബം. ഫോർമാറ്റ്, ദ ക്യാപിറ്റലിസ്റ്റ് ന്യൂക്ലിയർ ഫാമിലി ഫോർമാറ്റ് ഓഫ് എ വേജ് ഏണിംഗ് ഹസ്ബൻഡ്. അവിടെ ഹസ്ബൻഡ് മാത്രമാണ് വേജ് ഏണിംഗ് ചെയ്യുന്നത്, വീട്ടിൽ വരുമാനം കൊണ്ടുവരുന്നത്. ആൻഡ് നോൺ വേജ്ഡ് ഹൗസ് വൈഫ്, വീട്ടമ്മ വീട്ടു ജോലി മാത്രമാണ് ചെയ്യുന്നത്. ഈക്വലി പുഷ് വുമൺ ഇൻ ടു ദി ഹോം, സ്ത്രീ എന്താണ് വീട്ടിൽ തന്നെ തളച്ചിടാൻ കാരണമാകുന്നു. Employed upper caste women in the urban organized sector generally have enough resources to protect them from worst forms of social crimes. ഈ സമൂഹത്തിലുള്ള ഈ ഇതെന്താണ് അവർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളിൽ നിന്നും ഈ അർബൻ വുമൺ വലിയ ടൗണിലും ഒക്കെ മറ്റും ജീവിക്കുന്ന നഗരത്തിൽ ജീവിക്കുന്ന വുമണിന് കുറച്ചൊക്കെ അതിൽ നിന്ന് എന്താണ് സംരക്ഷണം കിട്ടും. കാരണം അവരെന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് അതുകൊണ്ട് തന്നെ അവർ സ്വയം എന്താണ് പ്രൊട്ടക്റ്റഡ് ആണ്. However, this upper caste, upper middle class, urban unorganized sector women are subjected to domestic violence rather than external social violence. എങ്കിലും അവർക്കിങ്ങനെ എന്താണ് പുറത്ത് ജോലി സ്ഥലത്ത് നല്ല രീതിയിലൊക്കെ ഉള്ള പ്രൊട്ടക്ഷനൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് ഒരുപാട് അനുഭവിക്കുന്നുണ്ടെന്നാണ് ഓംവേദ് വ്യക്തമാക്കുന്നത്. For these women, the very family that protects them, dowry deaths, wife beating and female feticide are the most rampant here and masked from social visibility. ഈ വുമൺ എന്തായിരിക്കും വീട്ടിൽ ഇത്തരം പുറത്ത് ജോലിക്ക് പോകുന്ന സ്ത്രീകൾ ചിലപ്പോൾ ഡൗറി ഡെത്ത്സ്, സ്ത്രീധന മരണങ്ങളും, വൈഫ് ബീറ്റിംഗ് ആൻഡ് ഫീമെയിൽ ഫീറ്റിസൈഡ്, പെൺശിശുഹത്യയ്ക്കും അങ്ങനത്തെ അത്തരം എന്താണ് പ്രശ്നങ്ങൾക്കൊക്കെ വിധേയരാകേണ്ടി വരുന്നു. ഇൻ കോൺട്രാസ്റ്റ്, ഇതിന് വിരുദ്ധമായി ലോ കാസ്റ്റിൽ, അതായത് ഗ്രാമീണ മേഖലയിലുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ മേ എൻജോയ് റിലേറ്റീവ് ഇൻഡിപെൻഡൻസ്, അവർക്ക് ചിലപ്പോൾ എന്താണ് കുറച്ചും കൂടെ സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ദേ ആർ ഓഫൺ മോർ അസർട്ടീവ് ആൻഡ് ക്യാൻ ഈവൻ ഫൈറ്റ് ബാക്ക്, അവർക്ക് വേണമെങ്കിൽ തിരിച്ച് പ്രതികരിക്കാനും കഴിയും. സ്റ്റിൽ ദേ ആർ മോർ വൾനറബിൾ ടു സോഷ്യൽ വയലൻസ്, എന്നിരുന്നാലും ചില സോഷ്യൽ വയലൻസുകളായ മൊളസ്റ്റേഷൻ, പീഡനം, റേപ്പ് ആൻഡ് മർഡർ ബൈ ലാൻഡ് ലോഡ്സ്, ഭൂവുടമകളുടെ പീഡനങ്ങളും പിന്നെ അവർക്ക് നേരെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും, കോൺട്രാക്ടേഴ്സ് ആൻഡ് തഗ്സ്, കള്ളന്മാരിൽ നിന്നും മറ്റു കോൺട്രാക്ടേഴ്സിൽ നിന്നൊക്കെ നേരിടേണ്ടി വരുന്ന അനുഭവങ്ങളൊക്കെ ലോവർ ക്ലാസ് വുമൺ അനുഭവിക്കുന്നുണ്ട്. ദേ ആർ ടാർഗറ്റഡ് ആസ് ബാഡ് വുമൺ, ഫെയർ ഗെയിം ഫോർ സെക്ഷൽ അസാൾട്ട്. ദിസ് ഈസ് എ ഡയലക്റ്റിക് സർക്കിൾ. പ്യൂരിറ്റി ആൻഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ ആർ ടു സൈഡ്സ് ഓഫ് സെയിം കോയിൻ. പിന്നെ അവർ പറയുന്നത് പ്യൂരിറ്റി, ഒരു പെണ്ണിൻ്റെ പവിത്രത, പ്യൂരിറ്റിയും അതുപോലെ പ്രോസ്റ്റിറ്റ്യൂഷൻ, മോശം രീതിയിൽ നടക്കുന്ന സ്ത്രീ ഒരു മോശം രീതിയിലേക്ക് നയിക്കപ്പെടുന്നത്, അതെന്ന് പറയുന്ന ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ എന്നാണ് പറയുന്നത്. ആൻഡ് ദ സോഷ്യൽ ഡിഫിനിഷൻ ഓഫ് എ വുമൺ സ്റ്റാറ്റസ് ഈസ് ഇൻ ടേംസ് ഓഫ് ഗുഡ്.
സബ്മിസീവ് വൈഫ് ആൻഡ് ദ ബാഡ് ഇൻഡിപെൻഡൻറ്റ് ഓർ പ്രോസ്റ്റിറ്റ്യൂട്ട്. നെക്സ്റ്റ് അവർ പറയുന്നത് ഇന്ന് ഒരു സ്ത്രീയെ സമൂഹം തരംതിരിക്കുന്ന രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ ഗുഡ്, നല്ല കീഴടങ്ങി ജീവിക്കുന്ന സ്ത്രീയാണെങ്കിൽ ഗുഡ്, നല്ലവളാണ്. പക്ഷേ അല്ലാത്തതാണെങ്കിൽ ബാഡ്, അതായത് എന്താ, പ്രോസ്റ്റിറ്റ്യൂട്ട്, ചീത്ത സ്ത്രീയാണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വയലൻസ്, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സെക്ഷുവാലിറ്റി ആൻഡ് ഇറ്റ്സ് പാറ്റേണിംഗ് ഇൻ ക്രോസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ആർ അറ്റ് ദ ഹാർട്ട് ഓഫ് ദി ബ്രൂട്ടാലിറ്റി അഗനിസ്റ്റ് വുമൺ. ഗെയിൽ ലുക്സ് അറ്റ് cultural traditions that see women as Stree Shakti, Prakriti and even as the Veeragana to provide resources for women's struggle. അവർ കൾച്ചറൽ, പണ്ട് പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന സ്ത്രീയെ സ്ത്രീ ശക്തിയായിട്ടും പ്രകൃതിയൊക്കെ ആയിട്ടൊക്കെ ആരാധിച്ചിരുന്ന ആ ഒരു സമൂഹത്തിലേക്ക് അവർ നോക്കുകയാണ്. സ്ത്രീകളുടെ ഇനിയുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിലൂടെയൊക്കെ ഇങ്ങനെയൊക്കെ സ്ത്രീയെ നോക്കിക്കാണുകയാണ്. ായിട്ടും ഈ എസ്സേയിൽ പറയുന്നത് എന്താണ്, സ്ത്രീകൾക്ക് നേരിയുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഒരുപാട് പ്രസ്ഥാനങ്ങളും എല്ലാം മുന്നിട്ടുണ്ടെങ്കിലും എന്താണ്, കാര്യമായ രീതിയിൽ ഒന്നും നടക്കുന്നില്ല. പിന്നെ പറയുന്നു സ്റ്റേറ്റിൻ്റെ ഒരു അവഗണന, അതാണ് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾക്ക് പ്രധാന കാരണം. പിന്നീട് പറയുന്നത് വയലൻസും എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനും തമ്മിൽ അതിയായ ബന്ധം ഉണ്ട്. വയലൻസ് ഉണ്ടാകുന്നതിന് പ്രധാന കാരണം എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. പിന്നെ ശാരദ് പട്ടേൽ, അതുപോലെ എന്താണ്, വന്ദന ശിവ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഓർഗനൈസേഷനുകൾ, സംഘടനകൾ, അതിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നീട് പാട്ന കോൺഫറൻസ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ അവതരിപ്പിച്ച പ്രമേയം വയലൻസുമായിട്ട് ബന്ധപ്പെട്ട്, അതിൽ പ്രമേയത്തിലുള്ളത് വയലൻസും എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനും തമ്മിൽ വളരെയധികം ബന്ധമുണ്ടെന്നാണ്. പിന്നെ എസ്സേയുടെ അടുത്ത പാർട്ടിൽ നമ്മൾ കാണുന്നത് വയലൻസും സെക്ഷുവാലിറ്റിയും തമ്മിൽ ബന്ധമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗ്രാമത്തിലെയും നഗരത്തിലെയും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ. നഗരത്തിലുള്ള സ്ത്രീകൾ ജോലിക്കൊക്കെ പോകുന്നുണ്ടോ എങ്കിൽ അവരെന്താണ്, വീട്ടിനുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അതുപോലെ പിന്നെ ഗ്രാമത്തിലുള്ള ലോ കാസ്റ്റിലുള്ള സ്ത്രീകൾ ഭൂവുടമകളിൽ നിന്നും മറ്റും മോശം അനുഭവങ്ങൾ പിന്നെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. നെക്സ്റ്റ് അവർ ഒരു സ്ത്രീയെ ഗുഡെന്ന് ബാഡെന്ന് അങ്ങനെ വേർതിരിക്കുന്ന അതിൻ്റെ പിറകിലുള്ള ബാക്ക്ഗ്രൗണ്ട് പറയുന്നത് എന്താണ്, ഗുഡ് എന്ന് പറയുന്നത് കീഴടങ്ങി ജീവിക്കുന്ന ഒരു സ്ത്രീയെയും ബാഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ്, സ്വതന്ത്രമായിട്ട് എക്കണോമിക്കലി സ്വയം മുന്നോട്ട് വരാൻ ഇറങ്ങുന്ന സ്ത്രീയെ ബാഡ് അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് മുദ്രകുത്തുന്നു. എസ്സേയുടെ ലാസ്റ്റ് പറയുന്നു എന്താണ്, ഇനി കൂടുതൽ പോരാട്ടങ്ങൾ നടത്തുവാൻ ആ സ്ത്രീയെ നാരീശക്തി എന്നും അതുപോലെ പ്രകൃതി എന്നൊക്കെ ആരാധിച്ചിരുന്ന ആ കൾച്ചറൽ ട്രഡീഷനെ അവർ നോക്കിക്കാണുന്നു.